ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് അല്ലേ. ഒരു പോലീസ് ജോലി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ആംഡ് ഫോഴ്സിലെ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ലൊരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. കോൺസ്റ്റബിൾ GDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 5/9/2024 നോട്ടിഫിക്കേഷൻ വന്നത്. കണ്ടോ, ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 5/9/2024 മുതൽ 14/10 അടുത്ത മാസം 14-ാം തീയതി വരെ സമയമുണ്ട്. ഈ ഒരു ടൈമിനുള്ളിൽ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/10 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീ 15-ാം തീയതി വരെ അടയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൻ്റെ എക്സാം ഏകദേശമായിട്ട് വരുന്നത് ജനുവരിയും ഫെബ്രുവരി 2025 ജനുവരി ഫെബ്രുവരിയിലാണ്. അതായത് അടുത്ത വർഷം 2025 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് എക്സാം വരുന്നത്. സോ നല്ലൊരു അവസരമാണ്. യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നല്ലൊരു അവസരമാണ്. അതും ഒരുപാട് വേക്കൻസി ആയിട്ടാണ് വരുന്നത് അല്ലേ. നമ്മൾ ഏകദേശം 39,000-ഓളം വേക്കൻസികൾ 39,000-ഓളം വേക്കൻസിയുമായിട്ടാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടോ, മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ കറക്റ്റ് വേക്കൻസി സഹിതം അവർ കൊടുത്തിട്ടുണ്ട്, അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ഓരോ സെക്ഷനിലോട്ടാണ് വരുന്നത്. BSF-ലാണെങ്കിലും CISF-ലാണെങ്കിലും CRPF-ലാണെങ്കിലും SSB, ആസാം റൈഫിൾ, SSF, NCB, അങ്ങനെ ഓരോ സെക്ഷൻസിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ സെക്ഷൻസ് വെക്കാവുന്നതാണ്. പിന്നീട് നമ്മുടെ കട്ട് ഓഫിനെ ബേസ് ചെയ്താണ് ഏത് സെക്ഷൻസിലേക്കാണ് നമ്മൾ സെലക്ട് ആവുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റ് നമുക്ക് ക്രമം അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വെക്കാം. പിന്നീട് നമ്മുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നമ്മുടെ എക്സാമിനെ ബേസ് ചെയ്തുള്ള കട്ട് ഓഫിനെ ബേസ് ചെയ്തുള്ളതാണ് ഏത് സെക്ഷൻസിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതിനെ തീരുമാനിക്കുന്നത്. സോ ഒരുപാട് വേക്കൻസീസ് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ഒരുപാട് അധികം വേക്കൻസീസുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി പറയുന്നത് 39,481 വേക്കൻസി നോട്ടിഫിക്കേഷൻ പ്രകാരം ടോട്ടൽ വേക്കൻസീസ് പറയുന്നുണ്ട്. വലിയൊരു നമ്പറാണ്. 39,000 വേക്കൻസീസ് എന്ന് പറയുമ്പോൾ വലിയൊരു നമ്പറാണ്. സോ നല്ലൊരു അവസരമാണ് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 23, 18-നും 23-നും ഇടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പറയുന്നുണ്ട് 1/1/2025 23 വയസ്സത്തേക്കാണോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST അതുപോലെ അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്നുള്ളത്. അത് ഫീമെയിൽസിനും SC ST കാറ്റഗറിക്കും ആ ഫീസ് ഇല്ല. നമ്മുടെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉണ്ടായിരിക്കും SSCയുടെ. ആ പ്രൊഫൈൽ വഴി എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് കണ്ടോ, ഏകദേശം 80 മാർക്കിന് 80 ക്വസ്റ്റ്യനും 120 മാർക്കോളമാണ് അതിൽ വരുന്നത്. അതിൻ്റെ സിലബസിലേക്ക് കടക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, മാത്സും റീസണിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ജനറൽ റീസണിങ് എന്ന് പറയുന്ന ഒരു പാർട്ട് മാക്സിമം 40 മാർക്ക് വരെ നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. 20 ചോദ്യങ്ങളുണ്ട്, മാക്സിമം 40 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. അതേപോലെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ജനറൽ നോളജ് GK വരുന്ന ഒരു സെക്ഷനാണ്. അവിടുന്ന് 20 ക്വസ്റ്റ്യൻസും 40 മാർക്കോളം ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാം. പിന്നെ ഇവിടെ വരുന്ന എലമെൻ്ററി മാത്സ്, ബേസിക് മാത്സ് ആയിരിക്കും. ബേസിക് മാത്സ് ആണ്. ബേസിക് മാത്സ് 20 മാർക്ക്, 20 ക്വസ്റ്റ്യൻസ്, 40 മാർക്ക് ഓളം അവിടുന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്ന ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ, അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്ന്. അവിടുന്ന് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കോളം അവിടുന്ന് സ്കോർ ചെയ്യാം. ടോട്ടൽ വരുന്നത് 80 ക്വസ്റ്റ്യൻസും 160 മാർക്കോളമാണ് അവിടുന്ന് ടോട്ടൽ വരുന്നത്. 80 ക്വസ്റ്റ്യൻസും 160 മാർക്കും. അതിലുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സോ വളരെ നല്ല ഒരു സിലബസ്, വളരെ വലിയ ഡീപ്പായിട്ടുള്ള സിലബസ് ഒന്നും ഇല്ല. കുറച്ച് നാൾ കൊണ്ട് തന്നെ പഠിച്ചെടുക്കാം. നമുക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസാണ്.
ഓക്കെ, അത് മാത്സ്, റീസണിങ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എന്താണ് GK ജനറൽ നോളജ് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വളരെ വലിയ സിലബസ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ. സോ സിലബസ് ബേസ്ഡ് വളരെ ഈസിയാണ്, നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഒരു വിധത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് നമ്മുടെ GD കോൺസ്റ്റബിളിൻ്റെ എന്ന് പറയുന്നത്. അതേപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. സോ അപ്ലൈ ചെയ്യാത്തവരെല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത മാസം 14-ാം തീയതി വരെ സമയമുണ്ട്. പക്ഷേ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സൈറ്റ് ബിസി ആകാനോ അങ്ങനെയുള്ള പ്രോബ്ലം വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ അയക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് നമുക്ക് അതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ അത് കൃത്യമായിട്ട്, അത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അതെല്ലാവരും കൃത്യമായിട്ട്, ആദ്യം തന്നെ നല്ലൊരു അവസരമാണ്, അവസരം ആരും കൊണ്ട് കളയരുത്. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ സിലബസിൽ ഉള്ള കാര്യങ്ങൾ അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം, GD കോൺസ്റ്റബിളിന് വേണ്ടി മാത്രം പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഗൂഗിൾ ഫോംസിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ അപ്ലൈ ചെയ്യാനുള്ളവർ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.